ഭാര്യ സഹോദരനെ കൊന്നുകുഴിച്ചു. അല്ലയോ, മോളുടെ കല്യാണക്കാരൊക്കെ അറിഞ്ഞാണല്ലോ. ആയുള്ളൊരു പശ, നമുക്കത് ഭംഗിയായി നടത്തണം. കഴിഞ്ഞതൊക്കെ മറക്കണം. 4-5 വർഷമായില്ലേ, അത് മനസ്സിൽ വിശ്വാസിക്കാറ്. ചെക്കൻ അമേരിക്കയില്ല, ലീവ് തീരെ കുറവാ. അതുകൊണ്ട് ഒത്തുകല്യാണം പെട്ടെന്ന് വേണമെന്നാണ് അവർ പറയുന്നത്. എടി, അളിയനെയും കൂട്ടി വന്നേക്കണം. എന്താ? എടി, അളിയനെ വാട്സപ്പിൽ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ലൊക്കേഷൻ കൂടെ അയച്ചു കൊടുക്ക്. എൻ്റെ മനുഷ്യ, എനിക്ക് തോന്നുന്നില്ല അവരാരും വരുന്നത്. അമ്മാതിരി പരിപാടിയല്ലേ നിങ്ങളൊന്ന് കാണിച്ചു വെച്ചത്. അളിയ, കുറച്ച് ബിരിയാണി എടുത്ത. ഇതുപോലുള്ള നല്ല ദിവസങ്ങളിൽ ക്വാളിറ്റിയിൽ അരി വാങ്ങിക്കൂടി അളിയ. ഇതെന്തോന്ന് കഞ്ഞി ബിരിയാണി. എന്നാ അളിയനെ വരുത്ത ഒരു വഴിയുണ്ടടി. ഷീലയുടെ കല്യാണത്തിന് ഒരു ബിരിയാണി വെച്ച് ഓർമ്മയുണ്ടോ? പിന്നെ അത് സൂപ്പർ ബിരിയാണി അല്ലായിരുന്നോ? അതൊന്നുകൂടി ഇറക്കണം. അളിയൻ വരും, ഇല്ലയും വരുത്തും. അതെ, നമുക്ക് ആ കല്യാണത്തിന് പോയാലോ? നിങ്ങളല്ലേ പറഞ്ഞു പോണ്ടെന്ന്? അങ്ങനെ പറഞ്ഞു, പക്ഷെ നമ്മുടെ കൊച്ചല്ലേ, നമ്മൾ പോണ്ടേ? പോണോ? പോണോ? ഓരോ ആഘോഷരാവും നിറവേകുവാൻ ഉള്ളിൽ രുചിമേളത്തിരയായി വിരുന്നെത്തിതാ. നാവിൽ ചേരുന്നേ സ്നേഹത്തിൻ നൈർമല്യം, നെഞ്ചിൽ ചേരുന്നേ സ്വപ്ന സാഫല്യം. മനമൊന്നാകാൻ ചേർന്നിടാം, ഒന്നായിടാം, ഇഴചേരുന്ന സ്വാദിന്റെ കൂട്ടായിടാം. എന്നും മായാത്തൊരാഘോഷരാവേകിടാം, നാവിൽ മറയാത്തൊരാനന്ദ കുളിരായിടാം. അകലാതി ബന്ധങ്ങളിഴ ചേർത്തിടാം, ഈ രുചിമേളത്താളത്തിൻ ചുവടായിടാം. ചേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതിന്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരുമോ? സോറി മോനെ, റെസിപ്പി മാത്രം പറയില്ല. അത് ഞങ്ങൾ കാറ്ററിംഗ് ആയിട്ടൊരു കോപ്പിറൈറ്റാണ്. കോപ്പിറൈറ്റ്സാ? അതെന്തോന്നു? ഉണ്ടായിടവിടെ ബാധിട്ട അരി കൊണ്ട് ബിരിയാണി വെച്ചാൽ സാധനം കിടക്കും. ഇതൊക്കെ കൂടി ഉമ്മാർക്ക് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ പണി പോകില്ലേ? മാത്രമല്ല, ഈ അരി കൊണ്ട് 100 പേർക്ക് ബിരിയാണി വെച്ചാൽ 125 പേർക്ക് സുഖമായിട്ട് പോകും. അതുകൊണ്ടല്ല നിന്നേക്കാൻ തെറ്റിപ്പെടുന്നത്. ബന്ധങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ആഘോഷങ്ങൾ ഉണ്ടാവുന്നത്. ആഘോഷങ്ങൾ മനസ്സ് നിറയാൻ ബാദ്ഷാ ബിരിയാണി റൈസ്.